പ്രിയപ്പെട്ടവരെ നമസ്കാരം. രാജ്യത്ത് കുംഭമേള നടക്കുകയാണ്. ആ കുംഭമേളയ്ക്ക് കേരളത്തിൽ നിന്ന് ഒരു ഫുട്ബോൾ താരം പോയി, CK വിനീത്. CK വിനീത് കുംഭമേളയിൽ കുളിച്ചില്ല എന്ന് മാത്രമല്ല, കുളിച്ചാൽ ചൊറി വരുമെന്നാണ് അദ്ദേഹം മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പറഞ്ഞത്. ആ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് സംഘപരിവാർ ഹാൻഡിലുകളായ സോഷ്യൽ മീഡിയ ചാനലുകൾ നിരന്തരം അദ്ദേഹത്തിനെതിരെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെയും ഹിന്ദുക്കളെയും പറ്റിച്ചത് CK വിനീത് അല്ല, ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളാണ്. നവമി ഗംഗ എന്ന പേരിൽ 2014 മുതൽ 2021 വരെ 20,000 കോടി രൂപയാണ് ഗംഗാ ശുചീകരണത്തിന് ചെലവാക്കിയത്. 2023 മുതൽ 26 വരെ അതിന് മാറ്റിവെച്ചത് 22,500 കോടി രൂപയാണ്. ഇത്രയും തുക ചെലവാക്കിയിട്ടും ഗംഗയുടെ വെള്ളത്തിന്റെ മലിനീകരണ തോത് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, മനുഷ്യമലം കലർന്ന വെള്ളമാണ് ഗംഗയിലൂടെ ഒഴുകുന്നു എന്നാണ് പറയുന്നത്. ഈ പണം 42,500 കോടി രൂപ ഇന്ത്യയിലെ ഭരിക്കുന്ന ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദു മതത്തിന്റെ ആളുകളെന്ന് ഭരിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചു എന്നതിന്റെ തെളിവാണ്. ഈ കാര്യം മറച്ചു വെക്കാനാണ് യാഥാർത്ഥ്യം പറഞ്ഞ CK വിനീതിനെ ഇപ്പോൾ സംഘപരിവാറുകാർ എതിർക്കുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ പോലും തരാത്ത കാശാണ് ഈ പറഞ്ഞ ഗംഗാ ശുചീകരണത്തിന് വേണ്ടി ചെലവാക്കിയത്. അതിന്റെ യാതൊരു റിസൾട്ടും അവിടെ ഇല്ല എന്നാണ് കുംഭമേളക്ക് പോയി വരുന്ന യഥാർത്ഥത്തിലുള്ള ആളുകൾ പറയുന്നത്. എല്ലാ ഹിന്ദുക്കളും, പാലക്കാട്ട് നിന്ന് സുഹൃത്തുക്കളായ ആളുകളടക്കം കുംഭമേളക്ക് പോയിട്ടുണ്ട്. അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ CK വിനീത് പോലും ആ ചർച്ചയിൽ പറഞ്ഞത് 40 കോടി ജനങ്ങളാണ് കുംഭമേളക്കിൽ എത്തുമെന്നാണ്. ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 130 കോടി വരുമോ? അതിൽ 40 കോടി എന്ന് പറയുമ്പോൾ അതിൽ മറ്റു മതക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാജ്യത്തെ പകുതി ജനങ്ങളും അവിടെ എത്തി എന്നാണ് ഈ സംഘപരിവാർ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത്. നമുക്കറിയാം, 2 ട്രെയിൻ ലേറ്റ് ആയപ്പോൾ 3ാമത്തെ ട്രെയിനിനെ കാത്തുനിന്ന ആളുകളെ കൊണ്ട് തലസ്ഥാന നഗരിയിലെ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ചവിട്ടിമതച്ച് ആളുകൾ മരിച്ചിരുന്നത്. രാജ്യം സാമ്പത്തികമായി വികസനപരമായി മുന്നോട്ട് എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ സ്ഥിതി ഇതാണെങ്കിൽ 40 കോടി ഉൾക്കൊള്ളാൻ പറ്റിയ പ്രയാഗ്രാജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അത്രയും പേർ എത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവത്തിൽ പരിശോധിച്ചാൽ അറിയാം. 40 കോടി എന്ന് പറയുന്നത് ചില്ലറപ്പെട്ട മനുഷ്യന്മാരാണ്. അപ്പൊ ഈ കള്ളപ്രചരണങ്ങൾ നടത്തി, ഇതിന്റെ പിന്നിൽ PR വർക്കുകൾ നടത്തി യഥാർത്ഥത്തിൽ ഇത് വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുകയും, അല്ലെങ്കിൽ രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും ചെയ്തു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവർ മതവിശ്വാസികളെ പറ്റിക്കുകയാണ് ചെയ്തത്. 42,500 കോടി രൂപ ഈ ഗംഗാ ശുചീകരണത്തിന് എന്ന് പറഞ്ഞിട്ട് അവരുടെ വയറ് നിറക്കാൻ ഉപയോഗിച്ചു എന്നല്ലാതെ യാതൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് സാധാരണക്കാരന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ തന്നെയാണ് സംഘപരിവാറിന്റെ ഓരോ പ്രൊജക്റ്റുകളും. മതം മുന്നിൽ കാണിച്ചുകൊണ്ട്, മതത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വികസനവും നേടിക്കൊടുക്കാതെ ആ മതവർഗീയതയുടെ പേരിൽ രാജ്യത്ത് ഭരിച്ചു പോകാമെന്നുള്ള ഒരു വിശ്വാസമുള്ളിടത്തോളം കാലം ആ ഭരണാധികാരികൾ ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളെ മുഴുവനായും പറ്റിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.